എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഉള്ള ഒരു സന്ദേശമാണ്, അതായത് നിങ്ങൾക്കുള്ള ഒരു ഷേമൻ മെസ്സേജാണ്. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ള മെസ്സേജാണ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് സ്വീകരിക്കുക, അല്ലാത്തത് വിട്ട് കളയാം. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ നിങ്ങൾക്കുള്ള ഷേമൻ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിംഗ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിഫ്ലക്ഷൻ, സെൽഫ് എക്സ്പ്രഷൻ, ഇൻറ്റൻഷൻ, ബ്യൂട്ടി, ഡിവൈൻ മെസ്കുലിൻ. സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിഫ്ലക്ഷൻ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ കാണാതെ പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ജീവിതത്തെക്കുറിച്ചിട്ട് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഷേമൻ മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം ഫോർ ഡീപ്പ് റിഫ്ലക്ഷൻ. അതായത് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യുക, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന്, നിങ്ങളുടെ ഇന്നർ വിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് അതിനുള്ളൊരു സമയമായിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ അവസരങ്ങൾ തേടാറുണ്ട്, നമ്മുടെ ചുറ്റുപാടിൽ സാഹചര്യങ്ങളെ അന്വേഷിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മളുടെ ചുറ്റുപാടിലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. കാരണം മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യുന്നതും നമ്മളുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരിൽ നമ്മൾ കാണുന്നത്, നമ്മൾ മറ്റുള്ളവരിൽ കാണാൻ ശ്രമിക്കുന്നത് എപ്പോഴും നമ്മുടെ തന്നെ റിഫ്ലക്ഷനാണ്. കാരണം ഒരാൾ നമ്മളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ അതിനെ ഏത് രീതിയിലേക്ക് ചിന്തിക്കുന്നു, ഏത് രീതിയിലേക്ക് കാണുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിഹേവിയേഴ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും, നമ്മുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഇന്നർ റിഫ്ലക്ഷൻ്റെ ആവശ്യകതയെ ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വന്നിട്ട് സെൽഫ് എക്സ്പ്രഷൻ എനർജിയാണ്. സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സമയമാണ് കമ്മ്യൂണിക്കേറ്റ്. ഇറ്റ്സ് ടൈം ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഫീലിങ്സ് മറ്റുള്ളവരുമായിട്ട് സംവദിക്കുക എന്നുള്ളതാണ്. അത് ഒളിച്ചു വയ്ക്കുക, അതായത് നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതല്ല, മറിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഫ്ലോ ഓഫ് സെൽഫ് എക്സ്പ്രഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് പല ആളുകളെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. കാരണം സ്വതസിദ്ധമായിട്ട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ലാതെ നിങ്ങൾ ഈ സെൽഫ് റിഫ്ലക്ഷൻ, ഇന്നർ റിഫ്ലക്ഷൻ നടത്തി കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ, വെള്ളം തുറന്നു വിട്ടതുപോലെ വളരെ സ്മൂത്തായിട്ട് സംസാരിക്കാൻ, കാര്യങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യാതെ, അതായത് പിടിച്ചു വയ്ക്കാതെ എക്സ്പ്രസ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത്. കാരണം പലപ്പോഴും ആളുകൾ തുറന്ന് സംസാരിക്കാത്തതിന് കാരണം അവർ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്, നിങ്ങളുടെ ഫീലിങ്സ് മറ്റുള്ളവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്തയുടെയൊക്കെ ഭാഗമായിട്ട്, ആ ഒരു ഇംബാലൻസ്, ബ്ലോക്കിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ത്രോട്ട് ചക്ര ഇംബാലൻസ് എനർജിയാണ്. അപ്പോൾ ത്രോട്ട് ചക്ര ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സംവദിക്കാൻ പറ്റില്ല, ശരിയായിട്ടുള്ള വാക്കുകൾ കിട്ടില്ല, റൈറ്റ് വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ അതേപോലെ തന്നെ അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കുക, ആ വ്യക്തിക്ക് അത് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങളെ വേറെ രീതിയിൽ ആ വ്യക്തി കാണുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചുറ്റുപാടുള്ള ആളുകളെ ഒരു കോമ്പറ്റീഷനായിട്ട് നിങ്ങൾ കാണുന്നു, ഒരു ത്രെട്ടായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും കാണാതെ മറ്റു വ്യക്തികളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നു എന്ന രീതിയിലൊക്കെ ചിന്തകളെ കൊണ്ടുപോകാതെ, മറിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ, ചുറ്റുപാടുമുള്ള ആളുകളെ ഒരു കോമ്പറ്റീഷനായിട്ട് കാണാതെ, മറിച്ച് അവർ ഗൈഡൻസ് ആണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ അവരോടൊപ്പം തന്നെ ഈ ഒരു പ്രപഞ്ചത്തിൽ, ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ കൂടെ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സംവദിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നർ റിഫ്ലക്ഷൻ, ഈ ഒരു സെൽഫ് റിഫ്ലക്ഷനിലേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്.
അതിലേക്ക് വേണ്ടുന്ന ഒന്ന് നെക്സ്റ്റ് വന്നിട്ട് ഇൻറ്റൻഷനാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് വ്യക്തവും ശക്തമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതായത് നമ്മളെന്ന് പറയുന്ന വ്യക്തി അവെയർ ആയിരിക്കണം നമ്മളുടെ എന്താണ് പറയുക, നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ എനർജി ഓഫ് ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. അതായത് ഏതൊരു കാര്യത്തിൽ നമ്മൾ പറയും ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ പറയും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലോകം നിങ്ങളാണ് സൃഷ്ടിക്കുന്നത്. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ വേൾഡ്, യുവർ ഓൺ വേൾഡ്. നിങ്ങളുടെ സ്വന്തം ലോകം സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഡെസ്റ്റിനി നമ്മൾ പറയില്ല, നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് കൊടുക്കുന്നു, ഇന്നൊരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഇൻറ്റൻഷൻ നിങ്ങളുടെ സ്ട്രോങ് ആണ് എങ്കിൽ ദ പവർ ഓഫ് ഇൻറ്റൻഷൻ ആണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാതെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മാനിഫെസ്റ്റേഷൻ്റെ. ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മരുഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്ന പോലെയാണ്. ആ വിത്ത് അവിടെ വിതയ്ക്കുമ്പോൾ, കാരണം നമ്മൾ മരുഭൂമിയിൽ എന്നെടുത്ത് പറയാൻ കാര്യം, നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന മരുഭൂമിയാണ്. അവിടെ ഒരു വിത്ത് ഇട്ടിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നമ്മുടെ ലോജിക്കൽ മൈൻഡ് ആ ലെവലിലേക്ക് ചിന്തിക്കും. പക്ഷേ മാനിഫെസ്റ്റേഷനിൽ അങ്ങനെയല്ല. നമ്മൾ ആ മരുഭൂമിയിൽ ആ വിത്ത് ഇടുകയാണ്. ആ വിത്ത് വളർന്ന് വലുതാകുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. പക്ഷെ അത് എങ്ങനെ എപ്പോൾ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് നമ്മളിലേക്ക് ആ പ്രപഞ്ചശക്തി എത്തിക്കുന്നു. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എനർജി ഓഫ് ഇൻറ്റൻഷനാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇൻറ്റൻഷൻ ഇല്ലാതെ ഒരിക്കലും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ തോട്ടിൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ബ്യൂട്ടിയാണ്. നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ടൈമാണ് ഇത് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുക. മാനിഫെസ്റ്റേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ വളരെ സുന്ദരമായിട്ടുള്ളത് എന്തൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. അതായത് ഇതൊരു റിമൈൻഡറാണ്. നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് വിത്തിൻ യു ആൻഡ് ഇറ്റ്സ് അറൗണ്ട് യു ഓൾ ദ ടൈം. നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടിലുമുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറയാറില്ലേ, കാണുന്നവരുടെ കണ്ണുകളിലാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ സൗന്ദര്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുന്ദരമായിട്ടുള്ളൊരു മനസ്സും ശരീരത്തോടും കൂടിയ വ്യക്തിയാണ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ കാണുന്ന ആളുടെ ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ. ആ കാണുന്ന ആളുടെ കണ്ണുകളിലാണ് ആ സൗന്ദര്യം ഇരിക്കുന്നത്. ആ ഒരു സമയമായിരിക്കുന്നു. ഇറ്റ്സ് ടൈം ടു റെക്കഗ്നൈസ് നിങ്ങളുടെ നിങ്ങൾ സുന്ദരമായിട്ടുള്ളൊരു മനസ്സും ശരീരത്തോടും കൂടിയിട്ടുള്ള വ്യക്തിയാണെന്ന് തീരുമാനിക്കാൻ, വിശ്വസിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ കിടന്ന് ഓടുകയാണ്. നിങ്ങൾക്കൊന്ന് ഒരിടത്ത് നിൽക്കാനോ ഒരു ഗാർഡനിലേക്ക് പോകാനോ ഒരു പൂവെടുത്ത് കയ്യിലെടുത്ത് മണക്കാനോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള സൗന്ദര്യം ആസ്വദിക്കാനോ സമയം കിട്ടുന്നില്ല എന്നുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറച്ച് ജഡ്ജ്മെൻറ്റലായിരിക്കും. ചുറ്റുമുള്ളതിനെ ജഡ്ജ് ചെയ്യുന്നു, നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്നു. ഇതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാൻ അൺകണ്ടീഷണൽ ലവ്, അത് നിങ്ങളെ തന്നെ ആയിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, വീട്ടിലുള്ള മറ്റുള്ളവർ, പ്രപഞ്ചശക്തി, ആ ചുറ്റുപാടും, നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്തുള്ള ഗാർഡനിലുള്ള പൂക്കളോ ചെടികളോ ഇതൊക്കെ ആയിരിക്കും. ഒന്ന് കുറച്ച് സമയം നിങ്ങളുടെ ചുറ്റുമുള്ള സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് എനർജി, ഡിവൈൻ മെസ്കുലൈൻ എനർജിയാണ്. ഈ ഒരു ഡിവൈൻ മെസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ സൂര്യനാണ്, സൂര്യൻ്റെ എനർജി എന്ന് പറയുന്നത്. ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്നത് മൂൺ എനർജിയാണ്. അപ്പോൾ ഡിവൈൻ മെസ്കുലൈൻ എനർജി, സൺ എനർജി എപ്പോഴും മെസ്കുലൈൻ എനർജിയാണ്. അത് ഒന്ന് അതിൻ്റെ ആ ഒരു ചൂട്, ആ ഒരു എനർജി ശക്തമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്ന ഒരു എനർജി ആയതുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡൈനാമിക് എനർജിയാണ്, പവറാണ് സൂചിപ്പിക്കുന്നത്. മെസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ പുരുഷത്വം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്ന എനർജിയല്ല, മറിച്ച് സ്ട്രെങ്ത് എന്നുള്ള രീതിയിലാണ്. സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, കോൺഫിഡൻസ് ആണ് സൂചിപ്പിക്കുന്നത്.
ആ ഒരു നമ്മൾ പേഗൻ എനർജിയിൽ മെസ്കുലൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് രണ്ട് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അല്ലാതെ നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന തരത്തിൽ പുരുഷൻ സ്ത്രീക്ക് മുകളിൽ ആ ഒരു രീതിയിലുള്ള എനർജിയല്ല. രണ്ട് തരം എനർജീസ് ഉണ്ട്, യിങ് യാങ് മെസ്കുലൈൻ ഫെമിനൈൻ എനർജീസ്. രണ്ടും അനിവാര്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ അർദ്ധനാരീശ്വര സങ്കല്പം പോലെ സ്ത്രീയും പുരുഷനും രണ്ടുപേരും ആ ഒരു എനർജി, ഒരു ക്വാളിറ്റീസ് അവരുടേതായിട്ടുള്ളുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, കോൺഫിഡൻസ്, ആ ഒരു സ്ട്രെങ്ത്, മുന്നോട്ടേക്ക് പോകാനുള്ള ഇൻഡിപെൻഡൻസ്, ഇതൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ തിരിച്ചാർജിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുക. നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഷാമിൻ മെസ്സേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.